ഇംഗ്ലീഷ് പേപ്പർ വായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസ് തുടരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാന ന്യൂസുമായാണ്. നമുക്ക് അതിനുവേണ്ടി പേപ്പർ ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടൈറ്റിൽ പ്രൈം മിനിസ്റ്ററുടെ ഒരു ജോർദാൻ വിസിറ്റിൻ്റെ ന്യൂസുമായി ബന്ധപ്പെട്ടതാണ്. ജോർദാൻ കിങ്സ് ലിസണിങ്. ജോർദാൻ രാജാവ് ശ്രദ്ധിക്കുന്നു. PM says, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറയുന്നു, ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ, ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധം. ടെറർ എന്ന് പറഞ്ഞാൽ ഭീകരവാദം, ടെററിസം. നോട്ട് എനി റിലീജിയൻ, ഒരു മതത്തിനെതിരെയുള്ള ഫൈറ്റ് അല്ല, തീവ്രവാദത്തിനെതിരെയുള്ള ഫൈറ്റാണ് എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ന്യൂസ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. The fight against terrorism, extremism and radicalism. The fight against terrorism. The fight against terrorism. ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധവും എക്സ്ട്രീമിസം, തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധവും ആൻഡ് റാഡിക്കാലിസം. റാഡിക്കാലിസം എന്ന് പറഞ്ഞാൽ മൗലികവാദം, അതായത് ഒരു പ്രത്യേക സമൂഹം രൂപീകരിക്കണമെന്ന ചിന്തയിൽ, ഒരു സമൂല മാറ്റം വേണമെന്ന ചിന്തയിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ റാഡിക്കാലിസം, ഒരു മൗലികവാദം എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ്, അത് എതിരല്ല, എനി പെർട്ടിക്കുലർ റിലീജിയൻ, ഒരു പ്രത്യേക മതത്തിനെതിരെ അല്ല. പക്ഷേ ഇറ്റ്സ് അഗെയിൻസ്റ്റ്, അത് എതിരാണ്. ആർക്കെതിരാണ്? ദ മൈൻഡ് സെറ്റ് വിച്ച് മിസ്ലീഡ് ദ യൂത്ത്. ദ മൈൻഡ് സെറ്റ്, ഒരു മനോഗതിയുള്ള ആളുകൾ, ഒരു ചിന്താഗതിയുള്ള ആളുകൾ. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥ. ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾക്കെതിരാണ്. വിച്ച് മിസ്ലീഡ്, അവ തെറ്റായി നയിക്കുന്നു യൂത്ത്, നമ്മുടെ യുവജനങ്ങളെ. ടു ഇൻഫ്ലിക്റ്റ്, അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി. അട്രോസിറ്റീസ്. അട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ പീഡനങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ. എഗെയിൻസ്റ്റ് ഇന്നസെൻസ്, നിരപരാധിത്വത്തിനെതിരെ. എഗെയിൻസ്റ്റ് ദ ഇന്നസെൻസ്, അതായത് നമ്മുടെ ഒരു യുവതലമുറയെ, നമ്മുടെ യുവാക്കളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് എതിരാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെഡ് ഓൺ തേഴ്സ്ഡേ PM പറഞ്ഞു. അഡ്രസ്സിംഗ് എ കോൺഫറൻസ്. PM ഒരു കോൺഫറൻസിനെ അഡ്രസ് ചെയ്യുകയായിരുന്നു. ഓൺ ഇസ്ലാമിക് ഹെറിറ്റേജ് എന്ന ഒരു കോൺഫറൻസിനെ അഭിമുഖീകരിക്കുകയായിരുന്നു. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ്. പ്രൊമോട്ടിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മോഡറേഷൻ, അത് ആ ക്യാമ്പയിൻ്റെ ഒരു അജണ്ടയാണ്, ഒരു നമുക്ക് ടൈറ്റിലാണ്. നമുക്കറിയാം, ഓരോ സമ്മേളനങ്ങൾക്കും ഓരോ ടാഗ് ഉണ്ടാവും, ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതുപോലത്തെ ഒരു ടൈറ്റിലിൻ്റെ കോൺഫറൻസിൽ അഡ്രസ് ചെയ്യുകയായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, മോഡറേഷൻ എന്ന് പറഞ്ഞാൽ മിതത്വം, സൗമ്യത എന്നൊക്കെയാണ് ഇതിനർത്ഥം. മോഡി പറഞ്ഞു, ദോസ് ഹു പെർപെട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുക എന്നാണ് അതിൻ്റെ നോർമൽ അർത്ഥം വരുന്നത്. പെർപെട്രേറ്റ് ക്രൈം, ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ. എഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിനെതിരെ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ. ഡു നോട്ട് റിയലൈസ് ദാറ്റ്, അവർ തിരിച്ചറിയുന്നില്ല. ദേ അണ്ടർമൈൻ, അവർ തുരങ്കം വയ്ക്കുകയാണ്, അവർ അടിത്തറ തോണ്ടുകയാണ്. ദ റിലീജിയൻ, ഒരു മതത്തിൻ്റെ അടിത്തറ തോണ്ടുകയാണ്. ഇൻ ദോസ് നെയിം, അവരുടെ പേരുകൾ. ദേ ക്ലൈം ടു സ്റ്റാൻഡ് ഫോർ, അവർ അവകാശപ്പെടുന്നത് ഏതിൻ്റെ നിലനിൽപ്പിനാണോ അവർ അവകാശപ്പെടുന്നത്, ആ നിലനിൽപ്പിൻ്റെ അടിത്തറ തോണ്ടുകയാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ, ഒരു മതം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിനെയാണ് അത് പ്രചോദനം നൽകുന്നത്. ആ പ്രചോദനത്തെ അത് തുരങ്കം വയ്ക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ സേസ് ദാറ്റ്. പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, ഇസ്ലാമിക് കൾച്ചർ ഈസ് ഫ്ലറിഷിംഗ് അക്രോസ് ഇന്ത്യ. ഇസ്ലാമിക് കൾച്ചർ ഈസ് ഫ്ലറിഷിംഗ്, അത് ഫ്ലറിഷിംഗ് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിപ്പെടുന്നു. അക്രോസ് ഇന്ത്യ മുഴുവനും ഇസ്ലാമിക സംസ്കാരം അഭിവൃദ്ധിപ്പെടുന്നു. ദ ഇൻഫ്ലുവൻസ് ഓഫ് സൂഫിസം, സൂഫിസത്തിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. സ്പ്രെഡ് ദ മെസ്സേജ്, ഒരു സന്ദേശം സ്പ്രെഡ് ചെയ്യുന്നു, വ്യാപിപ്പിക്കുന്നു. ഓഫ് ലവ്, സ്നേഹത്തിൻ്റെയും. പീസ്, സമാധാനത്തിൻ്റെയും. ആൻഡ് ബ്രദർഹുഡ്, സാഹോദര്യത്തിൻ്റെയും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ലിവിങ് നോ സ്റ്റോൺ unturned
ഒരു ഇംഗ്ലീഷിൻ്റെ പ്രയോഗമാണ് ലിവിങ് നോൺ സ്റ്റോൺ ആൻഡ് ടേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ടു ഡു എവറിത്തിങ് വിത്ത് ലീഗൽ സപ്പോർട്ട്, നിയമപരമായി അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശം നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എംപവറിങ് ദ മുസ്ലിം യൂത്ത്, മുസ്ലിം യുവജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ അവരുടെ നിയമപരമായ എല്ലാ സപ്പോർട്ടും നൽകുന്നു എന്നാണ് പറയുന്നത്. വി വാണ്ട് ദം, നമുക്കവരെ ആവശ്യമുണ്ട്. ടു ഹാവ് ദ ഖുർആൻ ഇൻ വൺ ഹാൻഡ്, ഒരു കയ്യിൽ ഖുർആനും ആൻഡ് എ കമ്പ്യൂട്ടർ ഇൻ അദർ, മറ്റൊരു കയ്യിൽ കമ്പ്യൂട്ടറും വേണമെന്ന് നരേന്ദ്രമോദി പറയുകയാണ്. ഹി ലേറ്റർ ട്വീറ്റ്, ശേഷം അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഓക്കെ, ജോർദാൻ കിങ്സ് അബ്ദുള്ള II bin al-Hussein, who is the 41st generation descendant of Prophet Muhammad. Jordan King Abdullah II who is the 41st, 41ാമത്തെ ജനറേഷൻ ഡിസെൻഡൻറ്റ്, പ്രവാചകന് ശേഷം 41ാമത്തെ പ്രതിനിധിയാണെന്ന് അവകാശപ്പെടുന്ന ഈ ഭരണാധികാരി സെഡ് ദാറ്റ്, അദ്ദേഹം പറയുന്നു, അദ്ദേഹവും ആ സമ്മേളനത്തിലുണ്ട്, അദ്ദേഹം പറയുകയാണ്, ടുഡേയ്സ് ഗ്ലോബൽ വാർ എഗെയിൻസ്റ്റ് ടെററിസം, ഇന്നിൻ്റെ ഗ്ലോബൽ വാർ, ലോകയുദ്ധം, എഗെയിൻസ്റ്റ് ടെററിസം, തീവ്രവാദത്തിനെതിരെയുള്ള ലോകയുദ്ധം, ഇസ് എ ഫൈറ്റ് ബൈ മോഡറേറ്റ്സ്, ഒരു മോഡറേറ്റുകളുടെ യുദ്ധമാണ്, മോഡറേറ്റുകളാൽ ചെയ്യുന്ന യുദ്ധമാണ്. ആരാണ് മോഡറേറ്റ്? എല്ലാ സമൂഹങ്ങളിലുമുള്ള മിത ചിന്താഗതിക്കാർ. മോഡറേറ്റുകൾ എന്ന് പറഞ്ഞാൽ മിതത്വം, സൗമ്യത ഉള്ള ആളുകൾ എന്നർത്ഥം. മോഡറേറ്റുകളുടെ യുദ്ധമാണ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിതമായ ചിന്താഗതിയുള്ള ആളുകൾ. ഓഫ് ഓൾ കമ്മ്യൂണിറ്റി, എല്ലാ സമൂഹങ്ങളിലുമുള്ള മിതത്വമുള്ള ആളുകളുടെ യുദ്ധമാണ്. എഗെയിൻസ്റ്റ് എക്സ്ട്രീമിസ്റ്റ്, തീവ്രവാദികൾക്കെതിരെ. ഹൂസ് ഫെയ്ത്ത്, അവരുടെ വിശ്വാസം, തീവ്രവാദികളുടെ വിശ്വാസം, ഈസ് ഹെയ്റ്റ് ആൻഡ് വയലൻസ്, അവരുടെ വെറുപ്പും വിദ്വേഷവുമാണ്. വയലൻസ് എന്നാൽ അക്രമം, വിദ്വേഷം എന്നൊക്കെ അർത്ഥം. ഓക്കെ, ദ കോൺഫറൻസ് വാസ് അറ്റൻഡഡ് ബൈ eminent Muslim intellectuals. The conference, ആ സമ്മേളനം വാസ് അറ്റൻഡഡ് ബൈ, അത് അറ്റൻഡ് ചെയ്തു, എമിനൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രമുഖരായ എന്നൊക്കെ അർത്ഥം. എമിനൻറ്റ് മുസ്ലിം ഇൻ്റലക്ച്വൽസ്, പ്രമുഖരായ ഇസ്ലാമിക പണ്ഡിതന്മാർ. ആൻഡ് എൻവോയ്സ്, പ്രതിനിധികളും ഓഫ് സം ഇസ്ലാമിക്, ശേഷം വരുന്ന ന്യൂസിൽ നമുക്ക് പഠിക്കാം. എൻവോയ്സ് എന്ന് പറഞ്ഞാൽ പ്രതിനിധികൾ. ഇസ്ലാമിക പണ്ഡിതന്മാരും പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന ഒരു സമ്മേളനത്തിൽ മോദി പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ശകലമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ശേഷം നമുക്ക് അടുത്ത ന്യൂസിൽ പഠിക്കാം. ഓക്കെ, കൂട്ടുകാരോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും ഈ പേപ്പറിൻ്റെ മറ്റൊരു ന്യൂസുമായി വീണ്ടും കാണാം. സീ യു, ബൈ.